ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ ആ തീ എങ്ങനെ പടരാതിരിക്കാം എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവിടെ ഉണ്ടാകുന്ന പുകയും എങ്ങനെ പടരാതിരിക്കാം എന്നുള്ളത്. കാരണം മിക്കപ്പോഴും ആളുകൾ മരിക്കുന്നത് ആ പുക മൂലമാണ്. ആ തീ ഉണ്ടാകുന്നിടത്ത് തന്നെ തളച്ചിടുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത്. അതായത് ഒരു മുറിയാണെങ്കിൽ ആ മുറി മൊത്തം അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് വായുസഞ്ചാരം ഇല്ല എങ്കിൽ അവിടെ ഓക്സിജൻ്റെ അളവ് കുറയും. അതായത് തീ മൂലമുണ്ടായി ഓക്സിജൻ തീരുകയാണ്. തീ ഉണ്ടാവാൻ ഓക്സിജൻ വേണം. അപ്പോൾ അങ്ങനെ ഓക്സിജൻ്റെ അളവ് തീരുകയും അങ്ങനെ തീ പടരാനുള്ള സാധ്യത കുറവാണ്. വാതിൽ അടച്ചിട്ടിരിക്കുന്നവർ തീ അപ്പുറത്തെ മുറിയിലേക്ക് പോവുകയുമില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ അവിടെ ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പുറത്തുള്ള മുറിയിലുള്ള ആളുകൾ എങ്ങനെ ഇവിടെ തീ വന്നു എന്നറിയും. അതിനുള്ളൊരു പ്രധാനപ്പെട്ട ഉപകരണമാണ് ചെറിയ ഫയർ അലാമുകൾ. ആ ഫയർ അലാം ഇവിടെ സ്മോക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫയർ അലാം ആക്ടിവേറ്റ് ആവുകയും ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് മറ്റുള്ള മുറിയിലുള്ളവർക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പുകയടിക്കാതെ അപ്പോൾ വാതിൽ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് പുക അപ്പുറത്തെ മുറിയിലേക്ക് പോവുകയുമില്ല. ഫയർ അലാം ഉള്ളതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും. പക്ഷേ എത്ര ആളുകൾ ഇതൊക്കെ ഉള്ളവരും എത്ര പേർ ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ നമ്മുടെ വീട്ടിലെ ഫയർ അലാമുകൾ എത്ര പ്രാവശ്യം ചെക്ക് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ബാറ്ററി അത് മാറാറുണ്ടോ? ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നവരും ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ടോ? കുക്ക് ചെയ്യുമ്പോഴൊക്കെ മിക്കപ്പോഴും മൂടിയിടുന്നു, അല്ലെങ്കിൽ പല ഉടായ്പകളും കാണിച്ചാണ് മിക്ക ആളുകളും ഫയർ അലാമിനെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ വാതിലുകൾ അടച്ചിടാറുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്താൽ തീപിടുത്തം ഉണ്ടായാലും പുകയൊക്കെ പടരുന്ന ഒരു പരിധി വരെ നമുക്ക് തടയുവാൻ സാധിക്കും. അതായത് നമ്മൾ കൊച്ചു കുട്ടികൾ കിടന്ന് ഉറങ്ങുമ്പോൾ ഈ പുക വന്ന് ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിലായി ചിലപ്പോൾ അറിയുകയില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ സന്ദർഭം ഉണ്ടായാൽ പാനിക്കാവാതിരിക്കുക.